ഹായ് ഓൾ, അമ്പാടീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉച്ചക്കത്തെ ചോറിനേക്ക് ഒരു കറി ഉണ്ടാക്കിയാലോ? പപ്പടം കൊണ്ടൊരു കറി. അതിനായിട്ട് ഒരു പാക്കറ്റ് പപ്പടം എടുത്തിട്ടുണ്ട്. അതിലൊരു 12 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇതെല്ലാം എടുത്തിട്ടൊന്ന് കറിയാക്കി നോക്കാം. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്തോളൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിതിനെ ചെറിയ പീസാക്കി എടുക്കണം. കത്രിക കൊണ്ടോ കൈ കൊണ്ടോ ഇങ്ങനെ ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് സാധാരണ പപ്പടം പൊരിക്കുന്ന പോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മൾ കറിയാക്കുന്നത്. അതിനായിട്ട് വെണ്ണയൊഴിച്ച് എല്ലാം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പപ്പടം കറി കൂട്ടി ചോറ് കഴിച്ചിട്ടുള്ളവരൊന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എല്ലാം ഒന്ന് പൊരിച്ചെടുത്ത് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇത്തിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. ഒരു 2 വറ്റൽമുളകും കൂടി ചെറുതാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10-12 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് നന്നായി വഴണ്ട് വന്നതിന് ശേഷം ഒരു തക്കാളി കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഈ കറിക്ക് മുളക് പൊടിയേക്കാൾ കുറച്ചധികം മല്ലിപ്പൊടി വേണം കേട്ടോ. അതിനാണ് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടത്. എന്നിട്ട് നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പിന്നെ നമ്മൾ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അധികം ഇടണ്ട, പപ്പടത്തിൻ്റെ ഉപ്പും കൂടി ആകുമ്പോൾ നല്ലോണം ഉപ്പാവും. നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കറിയൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന പപ്പടം കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചോറിന് കൂട്ടാൻ സൂപ്പർ പപ്പടം കറി കിട്ടും കേട്ടോ. ഈ കറി മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മുളക് പൊടിയേക്കാൾ കുറച്ചധികം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നേ ഉള്ളൂ. ചോറിന് കൂടെ പപ്പടം എന്നും കാച്ചി കഴിക്കുന്നവർ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കിടിലനായിരിക്കും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.